ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ ഇനിയും ഫലപ്രദമായ സർക്കാർ ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ദേശീയപാത സംരക്ഷണ സമിതി ശക്തമായ തുടർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി നാളെ ആനച്ചാലിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അടക്കം പങ്കെടുപ്പിച്ച് യോഗം നടക്കും. പ്രശ്നപരിഹാരം കാണും വരെ ശക്തമായ തുടർ സമരത്തിലേക്ക് പോകാനാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നീക്കം. ദേശീയപാത 85 നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ കഴിയുകയാണ്. നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ ഇനിയും ഫലപ്രദമായ സർക്കാർ ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ദേശീയപാത സംരക്ഷണ സമിതി ശക്തമായ തുടർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി നാളെ ആനച്ചാലിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അടക്കം പങ്കെടുപ്പിച്ച് യോഗം നടക്കും. ദേശീയപാത 85 വാളറ മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗം തകർന്നടിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് വളരെ നാളുകളായി. 3 മാസം മുമ്പ് ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയോട് ഈ റോഡ് ആവശ്യമായ നടപടി സ്വീകരിച്ച് നിർമ്മാണം തുടരുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി അറിയിച്ചിരുന്നതാണ്, അത് ഉത്തരവ് കൊടുത്താണ്. പക്ഷേ ചീഫ് സെക്രട്ടറി ഇതൊന്നും ചെയ്തിട്ടില്ല. 3 അംഗ ഒരു റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ തഹസിൽദാർമാരടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ മുഖേന റവന്യൂ സെക്രട്ടറിക്ക് അയച്ച് റവന്യൂ സെക്രട്ടറി അത് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തതാണ്. അദ്ദേഹം കുറിയിട്ട് മടക്കി ഇപ്പോൾ റവന്യൂ സെക്രട്ടറിയുടെ മേശപ്പുറത്തിരിക്കുകയാണ്. പ്രശ്നപരിഹാരം കാണും വരെ ശക്തമായ തുടർ സമരത്തിലേക്ക് പോകാനാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ തീരുമാനം. സമരപ്പന്തൽ തീർത്തുള്ള റിലേ സത്യാഗ്രഹ സമരത്തിനും ചക്രസ്തംഭന വഴിതടയൽ സമരത്തിനുമടക്കം സമിതി രൂപം നൽകിയേക്കുമെന്നാണ് സൂചന. പ്രശ്നപരിഹാരം കാണുന്നതിനായി ഈ മാസം ആദ്യവാരം ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർത്തിരുന്നു. ഈ കൺവെൻഷനിൽ സമിതിക്ക് ലഭിച്ച ഉറപ്പുകൾ പാലിക്കപ്പെടാതെ പോയ സാഹചര്യത്തിൽ കൂടിയാണ് തുടർ സമരത്തിന് കളമൊരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.